നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ജൈവ കാർഷിക മേഖലയിലെ മികച്ച സംഭാവനകൾക്ക് 2024 സുസ്ഥിര കാർഷിക അവാർഡ് പെരിങ്ങോട്ടുകര അവണങ്ങാട്ട് കളരി സർവതോഭദ്രം ഓർഗാനിക്സിന് ലഭിച്ചു. ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ സർവതോഭദ്രം ഓർഗാനിക്സ് പ്രസിഡന്റ് അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU കൃഷിയേഷ് പണിക്കർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രി രാംനാഥ് താക്കൂറിൽ നിന്ന് അവാർഡ് സ്വീകരിച്ചു. ക്രോപ്പ് ലൈഫ് ഇന്ത്യ ചെയർമാനും ചീഫ് സസ്റ്റൈനബിൾ ഓഫീസറുമായ ഡോക്ടർ KC രവി, ICAR ഡയറക്ടറേറ്റ് ഓഫ് വീഡ് റിസർച്ച് മുൻ ഡയറക്ടർ ഡോക്ടർ ജയ്ജി വർഷിനി, ഡോക്ടർ ജയദേവ് സാരംഗി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. UK മലയാളികളുടെ പുരോഗമന സാംസ്കാരിക പ്രവർത്തനത്തിനുള്ള വേദിയായ യുവകലാ സാഹിതി UKയുടെ 1ാം തോപ്പിൽ ബാസി പുരസ്കാരം ഓട്ടംതുള്ളൽ കലാകാരനായ മണലൂർ ഗോപിനാഥന്. തുള്ളൽ എന്ന കലയെ ജനസമൂഹത്തിൽ എന്നും ശക്തമായ സാന്നിധ്യമായി നിലനിർത്തുന്നതിൽ അദ്ദേഹം വഹിക്കുന്ന പങ്ക് കണക്കിലെടുത്താണ് പുരസ്കാരം നൽകുന്നത്. കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ധാരാളം വേദികളിൽ ശക്തമായ സാന്നിധ്യമാണ് അദ്ദേഹം. കേരളത്തിന്റെ അഭിമാനമായ കേരള കലാമണ്ഡലത്തിന്റെ മികവാർന്ന ഒരു ഉൽപ്പന്നമാണ് ഗോപിനാഥ്. കേരള സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടറായി വിരമിച്ച് തന്റെ മുഴുവൻ സമയവും തുള്ളൽ കലയുടെ പരിശീലനത്തിനും പരിപോഷണത്തിനുമായി മാറ്റിവെച്ചിരിക്കുകയാണ് മണലൂർ ഗോപിനാഥ്. 2024 ഓഗസ്റ്റ് 11 ഞായറാഴ്ച മിൽട്ടൺ കീനസ് മാർഷ് ഡ്രൈഡ്സ് കമ്മ്യൂണിറ്റി സെന്ററിൽ നടക്കുന്ന യുവ കലാസാഹിതി UK കൺവെൻഷനിൽ വെച്ച് ഈ പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കും. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഡിജി കേരളം പദ്ധതിയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞത്തിന് തുടക്കമായി. സമൂഹത്തിലെ നാനാതുറയിലുള്ള ജനവിഭാഗങ്ങളും അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരത നേടിയെടുക്കുന്നതിലൂടെ വിവര സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ അവർക്കു കൂടി പ്രാപ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഡിജി കേരളം. ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്ത 14 മുതൽ 65 വയസ്സുവരെയുള്ളവരെയാണ് പരിശീലനം നൽകി ഡിജിറ്റൽ സാക്ഷരരാക്കുന്നത്. പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിദ്യാർത്ഥികൾ, സാംസ്കാരിക പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരിൽ നിന്നും 300 വോളണ്ടിയർമാരാണ് പദ്ധതിയുടെ ഭാഗമാകുന്നത്. പഠിതാക്കളെ കണ്ടെത്തുവാനുള്ള സർവേ, പരിശീലന മൂല്യനിർണ്ണയം എന്നിവ പൂർത്തീകരിച്ച് 2024 ഒക്ടോബർ മാസത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത പഞ്ചായത്തായി പ്രഖ്യാപിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഭാഗമായി വോളണ്ടിയർമാർക്കുള്ള പരിശീലനം വലപ്പാട് മായ കോളേജിൽ വെച്ച് നടന്നു. പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് VR ജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തപതി, ജ്യോതി രവീന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി ഷിനിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാലൻ, മായ കോളേജ് പ്രിൻസിപ്പൽ ആവാസ് മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ കോർഡിനേറ്റർ ശ്രുതി ശിവൻ ക്ലാസ് നയിച്ചു. എടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി ശോഭ സുബിനെ തിരഞ്ഞെടുത്തു. കരീം പോക്കക്കില്ലത്താണ് വൈസ് പ്രസിഡന്റ്. 11 അംഗ ഭരണസമിതി അംഗങ്ങളും ചുമതല ഏറ്റെടുത്തു. തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അനുമോദന യോഗത്തിൽ DCC വൈസ് പ്രസിഡന്റ് TU ഉദയൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ, ദിനേശൻ മാസ്റ്റർ, NK അലി, ഷെരീഫ് മാസ്റ്റർ, സുമേഷ് പാനാട്ടിൽ, മൈത്രി വത്സൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി CS സൂരജ് എന്നിവർ സംസാരിച്ചു. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും എൻഡോവ്മെന്റ് വിതരണവും നടത്തി. ചെറുകഥാകൃത്തും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ N രാജൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK ഷൈൻവാസ് അധ്യക്ഷനായി. തൃശൂർ ആകാശവാണിയിലെ സീനിയർ ആർട്ടിസ്റ്റ് M തങ്കമണി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ടിൽ, സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ കൊട്ടേക്കാട്, പഞ്ചായത്ത് അംഗങ്ങളായ ധർമ്മൻ പറത്താട്ടിൽ, ബിന്ദു സതീഷ്, MPTA പ്രസിഡന്റ് ടോളി വിനീഷ്, ധനേഷ് മടത്തിപ്പറമ്പിൽ, പ്രിൻസിപ്പൽ പ്രീത P രവീന്ദ്രൻ, പ്രധാന അധ്യാപിക ജയന്തി N മേനോൻ എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും, LSS, USS, NMMS പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.